വരുത്തിവെച്ച യുദ്ധദുരന്തത്തിനിടയിൽ പ്രതിസന്ധികളിൽപ്പെട്ട് പാകിസ്ഥാൻ ഉഴലുകയാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മുന്നേ തന്നെ പാകിസ്ഥാൻ സാമ്പത്തിക ഞെരുക്കത്തിൽ വീർപ്പുമുട്ടുന്നതിനിടയിലാണ് തീവ്രവാദികൾ ഇന്ത്യൻ അധിനിവേശ കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്തത്. ആ ഭീകരരെ പിടിക്കാനായി ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ യുദ്ധസമാനമായ സാഹചര്യം ഒരുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സാമ്പത്തികമായും നിൽക്കക്കള്ളിയില്ലാതെ ലോകബാങ്കിൽ നിന്നും കടമെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ റെക്ടർ സ്കെയിലിൽ 4.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പാകിസ്ഥാനിൽ ഉണ്ടാവുകയും ചെയ്തു. പുലർച്ചെ 1:44 ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ ഇല്ല. ഇതിനിടയിൽ പ്രതിപക്ഷ പാർട്ടികൾ പാകിസ്ഥാന്റെ ഈ യുദ്ധസമാനമായ നടപടികളെ അപലപിക്കുകയും പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു. തീവ്രവാദത്തിനെതിരായ ഇന്ത്യ എടുത്ത ഈ നടപടിയിൽ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കാനുള്ള ഇടപെടലുകൾ ഇരു രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട്. തീവ്രവാദത്തിനെതിരായ നിലപാടുകളിൽ 1 ഇഞ്ച് പോലും ഇന്ത്യ പിന്നോക്കം പോവില്ല എന്ന ശക്തമായ തീരുമാനത്തിലാണ്.